വയനാട്ടിലെ ദുരന്ത ഭൂമിയെ അപമാനിച്ച് രാജസ്ഥാനിലെ മുതിർന്ന ബിജെപി നേതാവും മുൻ എംഎൽഎയുമായ ഗ്യാൻദേവ് അഹൂജ കേരളത്തിൽ ഗോവധമുള്ളതുകൊണ്ടാണ് ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് ഗ്യാൻദേവ് അഹൂജയുടെ വിവാദ പരാമർശം. ഗോവധം അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ ഇനിയും ദുരന്തങ്ങൾ തുടരുമെന്നും അഹൂജ പറഞ്ഞു. സിബി ജോസഫ് വിവരങ്ങളുമായി. അസിത, ദുരന്തമുഖത്ത് കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴാണ് സമാശ്വാസ വാക്കുകൾക്ക് പകരം അധിക്ഷേപ പരാമർശം നടത്തിക്കൊണ്ട് BJP നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലെ മുതിർന്ന BJP നേതാവും മുൻ എംഎൽഎയുമായ ഗ്യാൻദേവ് അഹൂജിയാണ് ഇത്തരത്തിൽ വിവാദ പരാമർശം നടത്തിയത്. അതായത് കേരളത്തിൽ ഗോവധം ഉള്ളതുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശം. 2018 പ്രളയ സാഹചര്യവും ഈ ഒരു ഗോവധം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു ഗോഹത്യ ഇനിയും കേരളത്തിൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഇനിയും അത് ആവർത്തിച്ചാൽ ദുരന്തങ്ങൾ വീണ്ടും ഉണ്ടാകുമെന്നും ഇത്തരത്തിൽ ഈ ഒരു BJP നേതാവായ അഹൂജ പറയുകയും ചെയ്യുന്നു. തിരുവനന്തപുരം അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഒരു വിവാദ പരാമർശം. केरल में 2018 से लगातार जनानी हो रही है और बादल फट रहे हैं, कभी मलप्पुरम, कभी वायनाड, कभी त्रिवेंद्रम, कभी किसी जिले में. उसका कारण ये है कि वहाँ जैसे हमारे मेवात में मैं कहता था कि वहाँ गो कृषि बहुत होती है, गाय का मांस खाते हैं और वहाँ गाय को काट करके खाते हैं. गाय का खून असामयिक रूप से धरती पर गिरता है. പാർലമെന്റിൽ ദുരന്തത്തിന്റെ ആഘാതവും അതുപോലെ ധനസഹായവും കാണിച്ചുകൊണ്ട് കേരള എംപിമാർ പ്രത്യേകമായ ശ്രദ്ധ ക്ഷണിക്കൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത് ധനസഹായം പ്രഖ്യാപിക്കുകയല്ല, മറിച്ച് ഈ കേരളം ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് ദുരന്തമുണ്ടായെന്നുള്ളൊരു കുറ്റപ്പെടുത്തലാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ നടത്തിയത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള ഏക BJP അംഗമായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇപ്പോഴും കേരളത്തിന് അടിയന്തരമായ ധനസഹായം നൽകേണ്ട സമയമായിട്ടില്ല എന്നും സംസ്ഥാനം ആവശ്യപ്പെടട്ടെ എന്നൊരു നിലപാടാണ് സുരേഷ് ഗോപിയും കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് രാജസ്ഥാനിൽ നിന്നുള്ള മുതിർന്ന BJP നേതാവ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയത്. എന്തായാലും ഈ BJP നേതാക്കൾക്ക് കേരളത്തോട് ഈ ദുരന്ത മുഖത്ത് പോലും കേരളത്തോടുള്ള ഒരു സമീപനം എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന പരാമർശമായിരുന്നു ഇത്. അസിത, സിബി ജോസഫ് വിവരങ്ങൾ നൽകിയത്.